നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് സോളിഡ് സ്റ്റേറ്റ് ആണ്. നമ്മുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് കെമിസ്ട്രി പോർഷനിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ട് മുന്നേ കഴിഞ്ഞ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു പോർഷനിൽ വരുന്ന ടോപ്പിക്കാണ് സോളിഡ് സ്റ്റേറ്റ്. നമുക്ക് സിലബസിന്റെ ഭാഗം ഒന്ന് കാണാം. ഇതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു പോർഷൻ. അതിലെ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് ഈ പറഞ്ഞ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും എന്താണ്, ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ്, എക്സ്റേ ഡിഫ്രാക്ഷൻ, ബ്രാഗ്സ് ഇക്വേഷൻ ആൻഡ് ഇൻപെർഫെക്ഷൻ അല്ലെങ്കിൽ വോയിഡ്സ് ഇൻ ക്രിസ്റ്റൽ. ഈ പോർഷൻസ് ആണ് നമുക്ക് സോളിഡിൽ നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ എക്സാമിന് ചോദിച്ചത് ഈ പറഞ്ഞ സോളിഡ് സ്റ്റേറ്റിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. 2 ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് സോളിഡ് സ്റ്റേറ്റ് അല്ലേ, അല്ലെങ്കിൽ എന്താണ് ഖരം, എന്താണ് ഖരാവസ്ഥ. അപ്പോൾ സോളിഡ്സിനെ കുറിച്ച് കാര്യമായൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ആവശ്യം കാണില്ല. കാരണം എന്താണ്, എല്ലാവരും ഓൾറെഡി ഫിസിക്സും കെമിസ്ട്രിയും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലേ. എങ്കിൽ പോലും പറയാം, നമുക്കറിയാം നമ്മുടെ പദാർത്ഥത്തിന് പ്രധാനമായിട്ടും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്ന 3 സ്റ്റേറ്റുകളുണ്ട് അല്ലേ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന് 3 സ്റ്റേറ്റുകളുണ്ട്. അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് സോളിഡ്സ് അല്ലെങ്കിൽ ഖരാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് സോളിഡ് സ്റ്റേറ്റ്, എങ്ങനെയാണ് സോളിഡ് സ്റ്റേറ്റ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നോക്കാം. ബൈ ഡെഫിനിഷൻ നമുക്കറിയാം, പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ്, സോളിഡ്സിന് കൃത്യമായൊരു വോളിയം ഉണ്ടാവും, കൃത്യമായൊരു മാസ് ഉണ്ടാവും, കൃത്യമായൊരു ഷേപ്പ് ഉണ്ടാവും. ഓക്കെ അല്ലേ, അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. സോളിഡ് ഹാവ് ഡെഫിനിറ്റ് വോളിയം, ഷേപ്പ് ആൻഡ് മാസ് ഡ്യൂ ടു എന്താണ്, കാരണം ഷോർട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫിക്സഡ് പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് സ്ട്രോങ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദം. നമുക്കറിയാവുന്ന കാര്യമല്ലേടാ, നമ്മൾ ഒരു സോളിഡിന്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഈ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ് അല്ലേ, പാർട്ടിക്കിൾസിനിടയ്ക്ക് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണുള്ളത് അല്ലേ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്. അതായത് അവർ ക്ലോസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പും സൈസും അല്ലെ, അല്ലെങ്കിൽ ഒരു വോളിയം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായത് കൊണ്ട് തന്നെ എന്തായിരിക്കും, അവർക്കിടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും വളരെ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്, ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ് അല്ലെ. അവർക്ക് കൃത്യമായൊരു മാസും വോളിയവും ഷേപ്പും എല്ലാം ഉണ്ട്. രണ്ടാമത്തത് ഇന്റർമോളിക്കുലാർ ഡിസ്റ്റൻസ് ആർ ഷോർട്ട്. നമുക്കറിയാം സോളിഡ്സ് എല്ലാം ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ ആ മോളിക്യൂൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് വളരെ ഷോർട്ടാണ് ആണല്ലോ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആർ വെരി ഷോർട്ട്. 3, ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് സ്ട്രോങ്. മോളിക്യൂൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് കുറവാണ്, അപ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സും വളരെയധികം സ്ട്രോങ് ആയിരിക്കും. സോ 3rd പോയിന്റ് കിട്ടി. 4, their constituent particles are atoms, molecules or ions have fixed position and can only oscillate above their mean position. എന്താണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ്, നമ്മൾ ഈ പറഞ്ഞ സോളിഡ്സ് ഇല്ലേ, സോളിഡ്സിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ പാർട്ടിക്കിൾസ് എന്തൊക്കെയാവാം, ആ പാർട്ടിക്കിൾസ് ആറ്റം ആവാം, മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ അയോൺസ് ആവാം. ആറ്റംസ്, മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ്. ഓക്കെ, ഈ പാർട്ടിക്കിൾസ് എന്താണ്, അവരിയ്ക്കുന്ന ഫിക്സഡ് പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ ഫിക്സഡ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അവർക്ക് ഓസിലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആണല്ലോ. അതായത് ആ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് ആ പാർട്ടിക്കിൾസ് മൂവ് ചെയ്ത് ദൂരേക്ക് എങ്ങും പോകത്തില്ല. ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും. അവിടെ ഇരുന്നു കൊണ്ട് അവർ വൈബ്രേറ്റ് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും. അതാണ് സോളിഡ്സിന്റെ ഒരു മോഷൻ എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ലിക്വിഡ്സിലേക്ക് വന്നാൽ കണ്ടോ, പാർട്ടിക്കിൾസ് എങ്ങനെയാണ്, കുറച്ച് ദൂരെയായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ലിക്വിഡ്സിൽ എന്തായിരിക്കുംടാ, ലിക്വിഡ്സിലെ പാർട്ടിക്കിൾസിന് കുറച്ചുകൂടി ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആണ്. അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്ത് പോകുന്നത് കൊണ്ട് എന്താണ്, അവർക്ക് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് പറയാൻ പറ്റുമോ? ലിക്വിഡ്സിന്റെ കേസിൽ ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. അവരിയ്ക്കുന്ന കണ്ടെയ്നർ ഏതാണോ ആ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ്സിനും ഗ്യാസിനും ഒക്കെ ഉള്ളത്. ഓക്കെ അല്ലേ. ഇനി ഗ്യാസിലേക്ക് വരുവാണെങ്കിലോ,
ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്താ വളരെ വളരെ കൂടുതലാണ്. അതായത് അവരിങ്ങനെ ഒഴുകി നടക്കുവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആണ് അല്ലേ. ഗ്യാസിന് ഫ്രീ മൂവ്മെന്റ് പോസിബിൾ ആണ്. അവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഷേപ്പും ഇല്ല, വോളിയവും ഇല്ല. അവരും എന്താണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സർവ്വവ്യാപിയായി കിടക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതാണ് സോളിഡും ലിക്വിഡും ഗ്യാസും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മളെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്, സോളിഡ്സിന്റെ കേസിൽ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആറ്റം ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം. ഈ പറഞ്ഞ പാർട്ടിക്കിൾസ് എല്ലാം തന്നെയും എന്താണ്, അവരിയ്ക്കുന്ന ഫിക്സഡ് പൊസിഷനിൽ ഇരുന്നു കൊണ്ട് വൈബ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ് അല്ലേ. സോളിഡ് പാർട്ടിക്കിൾസ് ഇൻകംപ്രസിബിൾ ആണ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷർ കൊടുത്തുകൊണ്ട് അവരെ കംപ്രസ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ ലിക്വിഡിലേക്കും ഗ്യാസിലേക്കും വന്നാലോ, ലിക്വിഡിനൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഹൈ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്യാസിനെയും. പക്ഷേ അത് സോൾസിന്റെ കേസിൽ പോസിബിൾ അല്ല. ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ് ആണ്. ഓക്കെ ആണ്. അപ്പോൾ ഇത്രയാണ് സോളിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഈ സോളിഡ്സിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു സോളിഡ്സിനകത്ത് കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസിനെ ഈ സോളിഡ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ് അനുസരിച്ച് നമുക്ക് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ സോളിഡിനെ രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും. ഇതാണ് ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും. നമ്മുടെ സിലബസിൽ ആ ടോപ്പിക്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ക്രിസ്റ്റലൈൻ സോളിഡിനെയും അമോർഫസ് സോളിഡിനെയും കുറിച്ച്. ഓക്കെ, അപ്പോൾ എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്, എന്താണ് അമോർഫസ് സോളിഡ് നോക്കാം. അപ്പോൾ നമ്മൾ ബൈ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ് അല്ലെങ്കിൽ ഒരു അമോർഫസ് സോളിഡ് എന്താണെന്ന് വെച്ചാൽ, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ അവർക്കൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. ആലോചിച്ച് നോക്കിയടാ, ഒരു ക്രിസ്റ്റലിക് സ്ട്രക്ചർ ഉണ്ടാവും. മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ സ്ട്രക്ചർ ഉള്ള ഒരു എന്താണ് സോളിഡാണ്. അതിനൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. അതിന് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ലോങ് റേഞ്ച് ഓർഡർ ആണ്. അതുപോലെ തന്നെ അവർ അനൈസോട്രോപ്പിക് ആണ്. ഇത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ബൈ ഡെഫിനിഷൻ പറഞ്ഞതാണ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്താണ്, ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉള്ള അനൈസോട്രോപ്പിക് ആയിട്ടുള്ള ലോങ് റേഞ്ച് ഓർഡർ ഉള്ള സോളിഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അമോർഫസ് സോളിഡിലേക്ക് വന്നാൽ, അമോർഫസ് സോളിഡ് ആണെങ്കിൽ അവർക്ക് എന്താണ്, ഷോർട്ട് റേഞ്ച് ഓർഡർ ആണ്. അവർക്കൊരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, പക്ഷെ ഒരു കറക്റ്റ് ആ ഒരു പോയിന്റിൽ മാത്രമേ അത് മെൽറ്റ് ആവുള്ളൂ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഇല്ല. അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ആണ്, ഐസോട്രോപ്പിക് ആണ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ അമോർഫസ് സോളിഡ് എന്ന് പറയും. അപ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടിയിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ഷേപ്പ്. കണ്ടോ, ഷേപ്പ് എന്താണ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ അല്ലേ. ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോഴേ അറിയാം ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിനോട് ഒരു വ്യക്തമായ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ജോമെട്രിക് ഷേപ്പ്, കറക്റ്റ് വ്യക്തമായ ഒരു ജോമെട്രിക് ഷേപ്പ് ഉണ്ട്. എന്നാൽ അമോർഫസ് സോളിഡിനോ, അമോർഫസ് സോളിഡിലേക്ക് വരുമ്പോൾ അവർക്ക് വ്യക്തമായ ഒരു ഷേപ്പ് ഇല്ല. ഹാവിങ് ഇറഗുലർ ഷേപ്പാണുള്ളത്. അടുത്തത് മെൽറ്റിംഗ് പോയിന്റ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്, ഷേപ്പാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി മെൽറ്റിംഗ് പോയിന്റ് ആണ് കേട്ടോ. മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, ദേ മെൽറ്റ് അറ്റ് എ ഷാർപ്പ് പോയിന്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ടെമ്പറേച്ചർ. ഒരു പർട്ടിക്കുലർ ഷാർപ്പ് പോയിന്റിൽ തന്നെ അത് മെൽറ്റ് ആവും അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ അത് മെൽറ്റ് ആവും. അതാണ് നമ്മുടെ ക്രിസ്റ്റലൈൻ്റെ ടെമ്പറേച്ചറിൻ്റെ കാര്യം അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റിൻ്റെ കാര്യം. എന്നാൽ അമോർഫസിലേക്ക് വന്നാലോ, അമോർഫസിലേക്ക് വരുമ്പോൾ ഗ്രാജുവലി സോഫൺ ഓവർ എ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ തന്നെ അവർ മെൽറ്റ് ആവണം എന്നില്ല. എന്നാൽ ടെമ്പറേച്ചർ കൊടുക്കും തോറും അല്ലെങ്കിൽ ചൂടാക്കും തോറും അവർ പതുക്കെ മെൽറ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് അമോർഫസ് അല്ലേ. ഓക്കെ, അടുത്തത് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് കിട്ടി, മെൽറ്റിംഗ് പോയിന്റ് കിട്ടി. മൂന്നാമത്തതാണ് ക്ലീവേജ് പ്രോപ്പർട്ടി. ഓരോ പ്രോപ്പർട്ടിയും പഠിക്കണം കേട്ടോ. ഓരോ പ്രോപ്പർട്ടിയും പഠിച്ചിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുക. കാരണം ഇത് പ്രത്യേകിച്ച് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും. അപ്പോൾ ഉറപ്പായിട്ടും അത് നോക്കിയേ പറ്റൂ. അപ്പോൾ ക്ലീവേജ് പ്രോപ്പർട്ടി എന്താണ് നോക്കിയടാ. വെൻ കട്ട് വിത്ത് ഷാർപ്പ് എഡ്ജ് ടൂൾ ദേ സ്പ്ലിറ്റ് ഇൻ ടു 2 പീസസ് ആൻഡ് ന്യൂലി ജനറേറ്റഡ് സർഫസ് ആർ പ്ലെയിൻ ആൻഡ് സ്മൂത്ത്. വേറൊന്നുമില്ല, ഒരു കത്തി, നല്ലൊരു ഷാർപ്പായിട്ടുള്ള ടൂൾ അല്ലെങ്കിൽ ഒരു കത്തി വെച്ച് നമ്മൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിനെ കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പുതുതായിട്ട് കിട്ടുന്ന പീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പ്ലെയിൻ ആൻഡ് സ്മൂത്ത് ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ കറക്റ്റ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഷേപ്പുള്ള 2 പാർട്സ് നമുക്ക് കിട്ടും.
അതാണ് ആർക്ക് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു അമോർഫസിലേക്ക് വന്നാലോ, ഒരു അമോർഫസ് സോളിഡിലേക്ക് വന്നാൽ നമ്മളൊരു ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കിട്ടില്ല. അതായത് ഇറഗുലർ ഷേപ്പോട് കൂടിയ 2 ഹാഫ്സ് ആയിരിക്കും കിട്ടുന്നത്. അതാണ് അമോർഫസിന്റെ പ്രത്യേകത. കണ്ടോ, വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ ദേ കട്ട് ഇൻ ടു 2 പീസസ് വിത്ത് ഇറഗുലർ സർഫസ്. ഓക്കെ അല്ലേ? അപ്പോൾ 3rd പോയിന്റ് കഴിഞ്ഞു. അടുത്തത് 4ാമത്തെ പോയിന്റ് ആണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. എന്താണ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ? നമ്മുടെ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ക്രിസ്റ്റലിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഉണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ആർക്കുണ്ട്? നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിനുണ്ട്. എന്നാൽ അമോർഫസിലേക്ക് വരുമ്പോഴോ ദേ ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ. അവർക്ക് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ ഒന്നും ഇല്ല. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് 4ാമത്തെ പോയിന്റ്. അപ്പോൾ എന്താണ് ഐസോട്രോപ്പി എന്ന് നോക്കാം. എന്താണ് ഐസോട്രോപ്പി? അതായത് ഇപ്പോൾ നമ്മുടെ മെറ്റീരിയലിൻ്റെ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കണ്ടക്ടിവിറ്റി, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അങ്ങനെയൊക്കെയുള്ള ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡയറക്ഷൻ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്യാത്തതായിരിക്കും. ഐസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ഓഫ് ഡയറക്ഷൻ. ഇനി അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം ഡയറക്ഷൻ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, ഐസോട്രോപ്പി ആണെങ്കിൽ ഡയറക്ഷൻ അനുസരിച്ച് ഏത് ഫിസിക്കൽ പ്രോപ്പർട്ടി ആണെങ്കിലും യൂണിഫോം ആയിരിക്കും, സെയിം ആയിരിക്കും, വ്യത്യാസം ഒന്നുമില്ല. പക്ഷേ അനൈസോട്രോപ്പി ആണെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. തിരിഞ്ഞു പോവരുതേ. ഇനി നമ്മൾ ആലോചിക്കാനുള്ള കാര്യം, എല്ലാവർക്കും തെറ്റുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ക്രിസ്റ്റലൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചാലും ഇല്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ റെഗുലർ ഫിക്സഡ് ഷേപ്പ് ആണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഐസോട്രോപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ് ഐസോട്രോപ്പി ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. ക്രിസ്റ്റലൈനിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റലൈൻ്റെ നേച്ചർ അനൈസോട്രോപ്പിയാണ്. അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ മറക്കരുത്. ചിലപ്പോൾ നമുക്ക് MCQയിൽ വരാം, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപ്പിക് ഇൻ നേച്ചർ ആൻഡ് അമോർഫസ് സോളിഡ്സ് ആർ ഐസോട്രോപ്പിക് ഇൻ നേച്ചർ. അമോർഫസ് ആർ ഐസോട്രോപ്പിക് ആൻഡ് ക്രിസ്റ്റലൈൻ ആർ അനൈസോട്രോപ്പിക്. ഓക്കെ, കാരണം നമുക്കറിയാം ക്രിസ്റ്റലൈൻ ആവുമ്പോൾ ക്രിസ്റ്റലൈൻ അനൈസോട്രോപ്പിക് ആവാൻ കാര്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിനകത്തുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. എന്നാൽ അമോർഫസ് ആണെങ്കിൽ ഏത് ഡയറക്ഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്. ഓക്കെ, അതാണ് അവർ ഐസോട്രോപ്പി ആയത്. അടുത്ത പോയിന്റ് നോക്കിയേ, നേച്ചർ. നമ്മൾ പ്രധാനമായിട്ടും ഈ ക്രിസ്റ്റലൈൻ സോളിഡ്, നമ്മളൊരു സോളിഡ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കുന്നത് തന്നെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡാണ് അല്ലേ? ക്രിസ്റ്റൽ സ്ട്രക്ചറുള്ള ഒരു സോളിഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ ട്രൂ സോളിഡ്സ് എന്നും പറയാം. ഇതാണ് ട്രൂ സോളിഡ്സ്. അപ്പോൾ ട്രൂ സോളിഡ്സ് ആരാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. ഇനി ഈ പറഞ്ഞ അമോർഫസ് സോളിഡ്സോ? അമോർഫസ് സോളിഡ്സ് ആണ് ഈ പറഞ്ഞ സ്യൂഡോ സോളിഡ്സ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ സ്യൂഡോ മീൻസ് ഫാൾസ്. സോളിഡ്. സോളിഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ എന്ന് ചോദിച്ചാൽ അല്ല. ആ അവസ്ഥയാണേ. അപ്പോൾ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. അപ്പോൾ അമോർഫസ് സോളിഡിനെ പറയുന്ന വേറൊരു പേരാണ് സ്യൂഡോ സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, ഓർഡർ ഇൻ ദ അറേഞ്ച്മെന്റ് എന്താണ്? നമ്മുടെ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആണെങ്കിൽ ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും. എന്നാൽ അമോർഫസ് ആണെങ്കിലോ വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം നിങ്ങൾ പഠിക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ അമോർഫസ് സോളിഡ്സ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഈ പറഞ്ഞ നമ്മുടെ സോളിഡ്സിലേക്ക് വരുമ്പോൾ ആ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഇല്ലേടാ. അപ്പോൾ സോളിഡ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ്, മോളിക്യൂൾസ് കാണാം, അയോൺസ് കാണാം, ആറ്റംസ് കാണാം അല്ലേ? അങ്ങനെയുള്ള അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അവർ മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിനിടയിലുള്ള ആ ഒരു ഫോഴ്സ് ചേഞ്ച് ആകുന്നതനുസരിച്ച് നമുക്ക് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പലതായിട്ട് തരംതിരിക്കാൻ സാധിക്കും കേട്ടോ. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അയോണിക് സോളിഡ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് സോളിഡ്സ് ആണ് അയോണിക് സോളിഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേരിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും? അയോൺസ് ആയിരിക്കും അല്ലേ? കോൺസ്റ്റിറ്റ്യുവന്റ് പാർട്ടിക്കിൾസ് അയോൺസ് ആയിരിക്കും. അയോൺസ് എന്ന് പറയുമ്പോൾ കാറ്റയോണും ഉണ്ട്, ആനയോണും ഉണ്ട്. കാറ്റയോൺ ആരാണ്, ആനയോൺ ആരാണെന്ന് അറിയാലോ? പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് കാറ്റയോൺസ് അല്ലേ?
നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആണ് ആനയോൺസ്. മറക്കരുതേ, പോസിറ്റീവ് ചാർജ്ഡ് അയോൺസ് കാറ്റയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആനയോൺസും ആണ്. ഓക്കെ അല്ലേ? ഇനി കാറ്റയോൺ ആണോ ആനയോൺ ആണോ ബിഗ്? കാറ്റയോൺ ആണോ ആനയോൺ ആണോ ബിഗ്? ആനയോൺ ഈസ് ബിഗർ ദാൻ കാറ്റയോൺ ആണ് കേട്ടോ. അത് ആലോചിച്ച് വെച്ചിരിക്കുക. കാറ്റിനെക്കാളും വലുത് ആനയല്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. ആനയോൺ ഈസ് ബിഗർ ദാൻ കാറ്റയോൺ. ഇനി അടുത്ത പോയിന്റ്, ഫോഴ്സസ്. നോക്കിയടാ, നമ്മുടെ അയോണിക് സോൾസിലേക്ക് വരുമ്പോൾ എന്താണ്, കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അയോൺസ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തായിരിക്കും? നമുക്കറിയാം, അയോൺസ് എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് ആറ്റംസ് ആണ്, ചാർജ് ഉള്ള ആറ്റങ്ങൾ, അതാണ് അയോൺസ്. ചാർജ് ഉള്ളതുമായിട്ട് ബന്ധപ്പെട്ട ഫോഴ്സ് ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ അയോണിക് സോൾസിലുള്ള ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. കണ്ടോ, സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇനി അവരുടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സുകളിൽ ഒന്നാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്തായിരിക്കും? വളരെ സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ ഹാർഡായിരിക്കും അല്ലേ? വളരെ ഹാർഡായിരിക്കും, ബ്രിട്ടിലായിരിക്കും, അവർക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും അല്ലേ? അതായത് ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്തെങ്കിൽ മാത്രമേ അത് ഉരുകത്തുള്ളൂ. അതാണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർഡായിരിക്കും, ബ്രിട്ടിലായിരിക്കും, ഹാവിങ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ആൻഡ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ മോൾട്ടൻ ഓർ അക്വസ് സ്റ്റേറ്റ്. കണ്ടോ, ഉരുകിയ അവസ്ഥയിലോ അതല്ലെങ്കിൽ അക്വസ് സ്റ്റേറ്റിലോ അത് ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ആർക്ക്? അയോണിക് സോൾസ്. അപ്പോൾ അയോണിക് സോൾസ് എന്താണ്? അവർക്കിടയിലുള്ള കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഏതാണ്? ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണ്? അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഓക്കെ അല്ലേ? സെറ്റ് ആക്കിയല്ലോ? ഓക്കെ. ഇനി അതിന്റെ എക്സാമ്പിൾ ഏതൊക്കെ വരുവാ? NaCl-ഉം KCl-ഉം MgO. NaCl, KCl, MgO ഇതൊക്കെയാണ് നമ്മുടെ അയോണിക് സോളിഡിന്റെ ഉദാഹരണങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത ടൈപ്പ് സോളിഡ് ആണ് മെറ്റാലിക് സോളിഡ്. പേര് പോലെ തന്നെയാണ്, എന്ത്? മെറ്റൽസ് ആയിരിക്കും അല്ലേ? ഓക്കെ. അപ്പോൾ മെറ്റാലിക് സോളിഡ്സ് ആണെങ്കിൽ അവരുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്താണെന്ന് അറിയാവോടാ? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് അയോണിന് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ഓക്കേടാ, നമ്മുടെ മെറ്റൽസിലേക്ക് വാ നിങ്ങൾ. നമ്മുടെ മെറ്റൽസിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? ഒരേ മെറ്റൽസിൽ ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണല്ലേ? ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലമാണ് മെറ്റൽസ് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്നത്, നമുക്കറിയാം. എന്നാൽ അയോണിക് കോമ്പൗണ്ട് ആണെങ്കിൽ അയോൺസിന്റെ പ്രസൻസിലായിരിക്കും. മെറ്റൽസ് ആണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആയിരിക്കും. അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് അയോൺസിനെ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസിന് ഇടയിലുള്ള പോസിറ്റീവ് അയോൺസ് ആണ് ഒരു മെറ്റാലിക് സോളിഡ്സിന്റെ കേസിൽ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അവക്കിടയിലുള്ള ഫോഴ്സ് അപ്പോൾ എന്തായിരിക്കും? മെറ്റൽസിന് ഇടയിലുള്ള ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ മെറ്റാലിക് സോളിഡ്സിൽ എന്താണ്? മെറ്റാലിക് ബോണ്ട് ആയിരിക്കും അല്ലേ? ഇനി അവരുടെ പ്രോപ്പർട്ടീസ് എന്താണ്? നമുക്കറിയാം, മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അപ്പോൾ പ്രോപ്പർട്ടീസിന് നമുക്ക് എന്ത് പറയാം? ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി എന്ന് പറയാം അല്ലേ? അപ്പം നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യമാണത്. മെറ്റാലിക് സോളിഡ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം മെറ്റൽസ് ആണ്, അപ്പോൾ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആയിരിക്കും. അതുപോലെ തന്നെ മെറ്റൽസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എന്ത്? മാലിബിലിറ്റിയും ഡക്റ്റിലിറ്റിയും ഒക്കെ പഠിച്ചിട്ടില്ലേ? മാലിബിൾ, ഡക്റ്റൈൽ, സൊണോറസ് അല്ലേ? അതൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം മാലിബിലിറ്റി, ഡക്റ്റിലിറ്റി ഒക്കെ പറയാൻ പറ്റും. ആർക്ക്? മെറ്റാലിക് സോളിഡ്സിന്. ഓക്കെ ആണല്ലോ? ഇനി അതിന്റെ ഉദാഹരണം എന്തൊക്കെ വരും? എന്താണ്? അയൺ, കോപ്പർ, സിൽവർ, ഇതെല്ലാം എന്താണ്? മെറ്റാലിക് സോളിഡ്സിന് ഉദാഹരണങ്ങളാണ്. ഏത് മെറ്റൽസിന് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. അടുത്ത ടൈപ്പ് സോളിഡ് ആണ് കോവാലന്റ് സോളിഡ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ് എന്ന് പറയും. ഇതാണ് കോവാലന്റ് സോളിഡ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ അതിനിടയിലുള്ള ബോണ്ട്? പേരിൽ തന്നെ ഉണ്ട്. കോവാലന്റ് സോളിഡ് ആകുമ്പോൾ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്തായിരിക്കും? കോവാലന്റ് ബോണ്ടുകളായിരിക്കും അല്ലേ? കോവാലന്റ് ബോണ്ട് അഥവാ സഹസംയോജിത ബന്ധം കേട്ടിട്ടുണ്ടോ? എന്താണ് കോവാലന്റ് ബോണ്ട്? ആറ്റത്തിനിടയിലുള്ള ആറ്റങ്ങൾ തമ്മിൽ ഷെയറിങ് മൂലം അല്ലെ? ഷെയറിങ് മൂലം ഉണ്ടാവുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് അല്ലെ? സമീപത്തുള്ള ആറ്റങ്ങളുമായി ഷെയർ ചെയ്യും. ഇനി ഇതിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയായിരിക്കും? ദ ആറ്റംസ് ഹെൽഡ് ബൈ കോവാലന്റ് ബോണ്ട്. കോവാലന്റ് ബോണ്ട് വഴി ബന്ധപ്പെട്ടിരിക്കുന്ന ആറ്റങ്ങളായിരിക്കും അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർട്ടീസ് എന്താണ്? ഹാർഡ് തന്നെയാണ്, ബ്രിട്ടിലാണ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. പക്ഷേ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. കണ്ടോ, അവര് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യത്തില്ല. അവർ ഹാർഡും ബ്രിട്ടിലും ഒക്കെ തന്നെയാണ്, പക്ഷേ ദേ ആർ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. എക്സെപ്റ്റ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് ഒഴിച്ച് നമുക്കറിയാം, നമ്മൾ ഈ കാർബണിന്റെ തന്നെ അലോട്രോപ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഗ്രാഫൈറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ? ഗ്രാഫൈറ്റ് നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. സോ ഗ്രാഫൈറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ എന്താണ് കോവാലന്റ് ബോണ്ടഡ് ആയിട്ടുള്ള സോളിഡ്സും എന്താണ്? ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്, അല്ലെങ്കിൽ അത്രയും കണ്ടക്ട് ചെയ്യാറില്ല. ഓക്കെ, ആരൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്? ഡയമണ്ട്, ക്വാർട്സ്, ഗ്രാഫൈറ്റ്, ഇതെല്ലാം നമ്മുടെ കോവാലന്റ് സോൾസിന് എക്സാമ്പിൾ ആണ്.
ഓക്കെ ആണല്ലോ. അടുത്തതാണ് മോളിക്കുലാർ സോളിഡ്സ്. നാലാമത്തെ കാറ്റഗറി മോളിക്കുലാർ സോളിഡ്. എന്താണ് മോളിക്കുലാർ സോളിഡ്? അല്ലെങ്കിൽ ഒരു മോളിക്കുലാർ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് തന്നെ ആയിരിക്കും. പക്ഷേ ആ മോളിക്യൂൾസിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ അവരെ ബോണ്ട് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് വാണ്ടർവാൾസ് ഫോഴ്സ് ആണ്. വാണ്ടർവാൾസ് ഫോഴ്സ് അല്ലെങ്കിൽ ഡൈപോൾ ഇന്ററാക്ഷൻസ് ആണ്. അതുമല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. കണ്ടോ? എന്താണ്? ശ്രദ്ധിക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു മോളിക്കുലാർ സോളിഡിലേക്ക് വരുമ്പോൾ അതിനിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസ് ഏതൊക്കെയാവാം? വാണ്ടർവാൾസ് ഫോഴ്സ് ആവാം, അതല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ആവാം, അതുമല്ലെങ്കിൽ ഡൈപോൾ ഇന്ററാക്ഷൻസും ആവാം. ആണല്ലോ. ഇനി വാണ്ടർവാൾസ് ഫോഴ്സ് എന്താണ്? വാണ്ടർവാൾസ് ഫോഴ്സ് നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ വാണ്ടർവാൾസ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഡൈപോൾ ഇന്ററാക്ഷൻസ്. ഏതാണ് ഡൈപോൾ വരുന്നത്? ഡൈപോൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? HCl ഒരു ഡൈപോൾ ആണ്. രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അല്ലെ? ഈക്വലും ഓപ്പോസിറ്റും ചാർജസ്. HClലേക്ക് വരുമ്പോൾ H+ഉം Cl- അല്ലെ? അപ്പോൾ ഫോഴ്സുകൾ ഏതൊക്കെയാവാം? ഡൈപോൾ ഇന്ററാക്ഷൻ ആവാം, വാണ്ടർവാൾസ് ഫോഴ്സ് ആവാം, അതല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടഡ് ആവാം. ഇനി ഇതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് വരുമ്പോൾ എന്താണ്? വളരെ സോഫ്റ്റ് ആണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയും ആണ് അല്ലേ? വളരെ സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ വീക്കായിട്ടുള്ള ഫോഴ്സ് ആണ് ഈ പറഞ്ഞ വാണ്ടർവാൾസ് ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത്രയും വീക്കായിട്ടുള്ളൊരു ഫോഴ്സ് വഴി അവയെ ബോണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ വളരെ ചെറിയൊരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ തന്നെ അത് മെൽറ്റായി പോകത്തില്ലേ, ഉരുകി പോകത്തില്ലേ? അതുകൊണ്ടാണ് ലോ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഇലക്ട്രിസിറ്റി ഒന്നും പ്രത്യേകിച്ച് കണ്ടക്ട് ചെയ്യാനൊന്നും പോകുന്നില്ല. ഓക്കെ. എക്സാമ്പിൾ എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് പറയുന്ന മറ്റൊരു പേരാണ് ഡ്രൈ ഐസ്. കണ്ടോ? ഡ്രൈ ഐസ് എന്താണ്? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ചിലപ്പോൾ ഓപ്ഷനിൽ എന്താണ് ഡ്രൈ ഐസ് എന്ന് തരും. നിങ്ങൾ പഠിച്ചിരിക്കുന്നത് സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. അതുകൊണ്ട് പേര് പഠിച്ചു വെക്കുക, സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ഡ്രൈ ഐസ്. പിന്നെ എന്താണ്? ഐസ്, അയോഡിൻ. ഇതെല്ലാം എന്താണ്? മോളിക്കുലാർ സോളിഡിന് എക്സാമ്പിൾ ആണ് അല്ലേ? ഐസൊക്കെ പെട്ടെന്ന് മെൽറ്റ് ആവത്തില്ലേ? ആണല്ലേ? വളരെ ചെറിയൊരു ടെമ്പറേച്ചറിൽ തന്നെ അത് മെൽറ്റ് ആവും. അതുപോലെ തന്നെ അവയ്ക്കിടയിലുള്ള ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ വളരെ കുറവായതുകൊണ്ടാണ് കേട്ടോ. ഐസിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒക്കെ വരുന്നത്? വാട്ടർ മോളിക്യൂൾസ് അല്ലേ? വാട്ടർ മോളിക്യൂൾസിലൊക്കെ ഹൈഡ്രജൻ ബോണ്ടഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. നമുക്ക് ആ ഒരു ചാർട്ട് ഒന്നുകൂടി ഒന്ന് നോക്കാം. സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്തു. അമോർഫസ് സോളിഡും ക്രിസ്റ്റലൈൻ സോളിഡും. ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ വീണ്ടും 4ആയിട്ട് തിരിച്ചു. കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്, മെറ്റാലിക് സോളിഡ്, അയോണിക് സോളിഡ്, മോളിക്കുലാർ സോളിഡ്. കണ്ടോ? ഇതിൽ മോളിക്കുലാർ സോളിഡ് തന്നെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? പോളാർ സോളിഡ്, നോൺ പോളാർ സോളിഡ്, ഹൈഡ്രജൻ ബോണ്ടഡ് സോളിഡ്. കേട്ടോ? നോൺ പോളാർ സോളിഡ് എന്ന് പറയുമ്പോൾ ഇവയ്ക്കിടയിലാണ് ഈ പറഞ്ഞ വാണ്ടർവാൾസ് ഫോഴ്സ് വരുന്നത്. കണ്ടോ? വാണ്ടർവാൾസ് ഫോഴ്സ് വരുന്നത് നോൺ പോളാർ സോളിഡ്സിന് ഇടയ്ക്കാണ്. അതുപോലെ പോളാർ സോളിഡും ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടഡും ഉണ്ട്. ഇനി ഈ പറഞ്ഞ കോവാലന്റ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് സോളിഡ്സിനെ നമുക്ക് വീണ്ടും 2 ഡയമെൻഷണൽ സോളിഡ് എന്നും 3 ഡയമെൻഷണൽ സോളിഡ് എന്നൊക്കെ തരംതിരിക്കാം. കേട്ടോ? നമുക്ക് അത്രയ്ക്കൊന്നും ഡീപ്പായിട്ട് പോകണ്ട, എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. നമ്മുടെ അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഈ സോളിഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഇല്ലേ, പാക്കിംഗ് എഫിഷ്യൻസി, അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ തൽക്കാലം നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചിരിക്കുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടേമാണ് ക്രിസ്റ്റലാറ്റിസ്. കേട്ടിട്ടുണ്ടോ ക്രിസ്റ്റലാറ്റിസ് എന്ന്? എന്താണ് ക്രിസ്റ്റലാറ്റിസ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ക്രിസ്റ്റലാറ്റിസിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, നമ്മളൊരു സോളിഡ്സിൽ ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിനെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ പാർട്ടിക്കിൾസിനെ നമ്മൾ ഒരു ക്രിസ്റ്റലിനകത്ത് അറേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്, പാർട്ടിക്കിൾസിനെ ഒരു ക്രിസ്റ്റലിനകത്ത് 3 ഡയമെൻഷണൽ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ആ ഒരു രീതിയെ പറയുന്ന പേരാണ് ക്രിസ്റ്റലാറ്റിസ്. 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ്സ് റെപ്രസെന്റിംഗ് ദ പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾ ഇൻ എ ക്രിസ്റ്റൽ. അതിനെയാണ് നമ്മൾ അതിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ലാറ്റിസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്രിസ്റ്റലിലേക്ക് വരാം. ഇപ്പോൾ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റൽ ഹാവ് റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ്. ക്രിസ്റ്റലിനാണെങ്കിൽ എന്താണ്, പാർട്ടിക്കിൾസിന്റെ ഒരു റെഗുലർ അറേഞ്ച്മെന്റ് തന്നെ അതിനകത്തുണ്ട് അല്ലേ? ഈ അറേഞ്ച്മെന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എന്താണ്, ക്രിസ്റ്റൽ ഈസ് കോൾഡ് ലാറ്റിസ്. ഓക്കെ, അപ്പൊ ക്രിസ്റ്റൽ ലാറ്റിസ് എന്തായിരിക്കും? ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് ഓഫ് പോയിന്റ് റെപ്രസെന്റിംഗ് ദ പൊസിഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ ക്രിസ്റ്റൽ. അതായത് ഈ പാർട്ടിക്കിൾസ് ഇല്ലേടാ, ഈ പാർട്ടിക്കിൾസിനെ ഈ പറഞ്ഞ ക്രിസ്റ്റലിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ഒരു 3 ഡയമെൻഷനിലായിട്ട് അറേഞ്ച് ചെയ്യുന്ന
എന്താണ് ഒന്നുകൂടി പറയാം. ഈ പറഞ്ഞ പാർട്ടിക്കിൾസിനെ നമ്മളൊരു ക്രിസ്റ്റലിലേക്ക് 3 ഡയമെൻഷനിലായിട്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ക്രിസ്റ്റൽ ലാറ്റിസ്. ഓക്കെ. അതുപോലെ തന്നെ അതിൽ ഓരോ പോയിന്റിനെയും, അപ്പോൾ നമ്മൾ 3 ഡയമെൻഷനിലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ പോയിന്റിനെയും പറയുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ്. ഓക്കെ ആണോ? അപ്പോൾ ലാറ്റിസ് എന്താണ്, ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ്, ലാറ്റിസ് പോയിന്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായോ? തെറ്റിപ്പോകരുത് കേട്ടോ. പാർട്ടിക്കിൾസിനെ ഒരു ക്രിസ്റ്റലിനകത്ത് റെഗുലറായിട്ട് അറേഞ്ച് ചെയ്തതിനെ പറയുന്ന പേരാണ് ലാറ്റിസ് എന്ന്, അല്ലേ? അതുപോലെ തന്നെ ക്രിസ്റ്റൽ ലാറ്റിസിലേക്ക് വരുമ്പോൾ 3 ഡയമെൻഷനിലായിട്ട് നമ്മൾ ഈ പാർട്ടിക്കിൾസിനെ പൊസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന്. ഇനി അതിനകത്ത് ഓരോ പോയിന്റിനെയും വിളിക്കുന്ന പേരാണ് ലാറ്റിസ് പോയിന്റ് എന്ന്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വിട്ടുപോകരുത്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈച്ച് പോയിന്റ് ഇൻ എ ലാറ്റിസ് ഈസ് കോൾഡ് ലാറ്റിസ് പോയിന്റ് ഓർ ലാറ്റിസ് സൈറ്റ്. കണ്ടോ, എന്താണ് ലാറ്റിസിലെ ഓരോ പോയിന്റിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? ലാറ്റിസ് പോയിന്റ് അല്ലെങ്കിൽ ലാറ്റിസ് സൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഈച്ച് പോയിന്റ് ഇൻ എ ക്രിസ്റ്റൽ ലാറ്റിസ് റെപ്രസെന്റ് 1 കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് വിച്ച് മേ ബി ആൻ ആറ്റം, മോളിക്യൂൾ ഓർ അയോൺ. അല്ലേ, നമുക്കറിയാം നമ്മുടെ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്റ്റൽ സ്ട്രക്ചറിനകത്ത് ആറ്റംസ് ആവാം, അയോൺസ് ആവാം, മോളിക്യൂൾസ് ആവാം എന്നൊക്കെ നേരത്തെ പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇതിൽ ഓരോ പോയിന്റും, ക്രിസ്റ്റൽ ലാറ്റിസിലെ ഓരോ പോയിന്റും എന്തായിരിക്കും? കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റമോ അയോണോ എന്ത് വേണേലും ആവാം, മോളിക്യൂൾസോ എന്ത് വേണേലും ആവാം. ഓക്കെ. അടുത്തത് the lattice points are joined by a straight line to bring out the geometry of lattice. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ ലാറ്റിസ് പോയിന്റ് ഉണ്ടാവുമെന്ന്. ആ ലാറ്റിസ് പോയിന്റുകളെ നമ്മൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറയുന്നത് അതിൻ്റെ ആ ലാറ്റിസിന്റെ ജിയോമെട്രി എന്ന് പറയുന്നത്. എന്താണ്? ലാറ്റിസ് പോയിന്റുകളെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ത്? ആ ലാറ്റിസിന്റെ ജിയോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ആയിട്ട് പറയുന്നത്. സോ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.